പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Canon G47A0 എന്ന പ്രിൻ്ററിൻ്റെ വയർലെസ് സെറ്റപ്പ് അല്ലെങ്കിൽ വൈഫൈ ത്രൂ എങ്ങനെ കണക്ട് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാം, സ്കാൻ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രിൻ്ററിൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഒരു മൊബൈലിൻ്റെ ചിഹ്നമുള്ളത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അത് ലാൻഡ് സെറ്റിങ്സിൻ്റെ ഓപ്ഷനാണ്. അതിൽ ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും വൈഫൈ എന്നുള്ളത്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുന്നു. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ വൈഫൈ സെറ്റപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ രണ്ടാമത്തെ മാനുവൽ കണക്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതോടുകൂടി ജസ്റ്റ് സെർച്ച് ചെയ്താണ് നിങ്ങളുടെ അടുത്തുള്ള വൈഫൈ റേഞ്ചസുകളുടെ പേരുകളെല്ലാം ഇവിടെ കാണിക്കുന്നതാണ്. അത് നിങ്ങളുടെ വൈഫൈ ഏതാണോ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ ചോദിക്കും. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കണക്റ്റ് കൊടുക്കുക. ഈ സെയിം നെറ്റ്വർക്ക് തന്നെ ഈ സെയിം വൈഫൈ തന്നെ ആണോ നിങ്ങളുടെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും എല്ലാം വരേണ്ടത്, എങ്കിൽ മാത്രമേ കണക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രിൻ്റർ ഇപ്പോൾ വൈഫൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ച് നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുന്നു. അവിടെ Canon സപ്പോർട്ട് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അവിടെ ആദ്യം തന്നെ കാണുന്ന സൈറ്റ് കണ്ടില്ല, Canon ഇന്ത്യ എന്നുള്ള സൈറ്റ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ആ സൈറ്റ് ഓപ്പണായി വരുന്നതാണ്. അവിടെ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ സെർച്ച് ബൈ മോഡൽ നെയിം, അവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ മോഡൽ ഏതാ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ G47A0 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ താഴെ ലിസ്റ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്യണം, ആ ലിസ്റ്റ് ചെയ്ത് വന്നത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ ഫോട്ടോ കാര്യങ്ങളും പേരും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ താഴോട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുകയാണ് ഞാനിവിടെ. ഇവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ വിൻഡോസിൻ്റെയും മാക്കിൻ്റെ ഒക്കെ വെർഷൻസുകൾ കുറേ ഉണ്ടാവും. ഇതിൽ നിങ്ങൾ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് നിങ്ങളെ വിൻഡോസിൻ്റെ വെർഷൻ അല്ലെങ്കിൽ നിങ്ങൾ OSൻ്റെ വെർഷൻ വരുന്നത്. അപ്പോൾ അത് ഏതാണോ അത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഒരു വിൻഡോസ് 10 64 ബിറ്റ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്താണ് ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നത്. നേരെ റൈറ്റ് സൈഡിൽ സെർച്ച് എന്ന് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പേജ് റീലോഡ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഫയൽ ഇവിടെ താഴെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അങ്ങ് ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഈ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഏകദേശം ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഫയലിൻ്റെ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് സെയിം വൈഫൈ റൗട്ടറിൽ തന്നെ കണക്റ്റഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇൻസ്റ്റാളർ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ റെസിഡൻസ് ഏരിയ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ യെസ് എന്നുള്ളത് കൊടുക്കുന്നതോടുകൂടി ഇവിടെ നമ്മൾ സെർച്ച് ചെയ്താണ്. നമ്മൾ ആൾറെഡി പ്രിൻ്റർ ആ റൗട്ടറിൽ കണക്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ഇവിടെ പേര് കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നതോടുകൂടി ഇൻസ്റ്റാളിങ് നടക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റൗട്ടർ കോൺഫിഗറേഷൻ വരുന്നത്. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരും. ജസ്റ്റ് എക്സിറ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വൈഫൈ ത്രൂ പ്രിൻ്റ് അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യാവുന്നതാണ്. കേബിൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കമ്പ്യൂട്ടർ സെയിം നമ്മൾ പ്രിൻ്റർ ഏത് വൈഫൈ റൗട്ടറിലാണോ കണക്ട് ചെയ്തത് അതേ സെയിം വൈഫൈ റൗട്ടർ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കണക്ട് ചെയ്താൽ മാത്രമേ ഈ പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.